അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തിലാവത്തിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, തിലാവത്തിന്റെ സുജൂദ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? രണ്ട് സുജൂദുണ്ടോ? ഇവിടെ ഹദീസുകളിലുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അലൈനാ സൂറ ഫിഹ സജദതു ഫയസ്ജുദു വനസ്ജുദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിലാവത്തിന്റെ വചനങ്ങൾ വരുന്ന സൂറത്ത് ഓതുകയും പ്രവാചകൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയും ഞങ്ങൾ പ്രവാചകനോടൊപ്പം തിലാവത്തിന്റെ സുജൂദിൽ അനുഗമിക്കുകയും ചെയ്തു. ഒരാൾക്ക് തന്റെ നെറ്റിത്തടം വെക്കാൻ സ്ഥലമില്ലാത്ത രൂപത്തിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ആ പ്രവാചകൻ ഓതി സുജൂദ് ചെയ്തു, തിലാവത്തിന് സുജൂദ് ചെയ്തു. ഇത് കണ്ട് സ്വഹാബികളും സുജൂദ് ചെയ്തു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അപ്പോൾ സുജൂദ് എന്നാണ് അവിടെ പറയുന്നത്, രണ്ട് സുജൂദ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അതിന്റെ രൂപം എങ്ങനെയാണ്? പണ്ഡിതന്മാർ അതിനെ ചുരുക്കി വിവരിക്കുന്നത് തക്ബീർ ചെല്ലുക, അതേപോലെ തന്നെ സുജൂദ് വീഴുക, പിന്നെ തിലാവത്തിന്റെ സുജൂദ് പ്രത്യേകമായി ചെല്ലാൻ ചില പ്രാർത്ഥനകളുണ്ട്. സജദ വജീഹൽ ലദീ ഖൽഖഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചെല്ലുക, പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക. സലാം വീട്ടണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ സലാം വീട്ടേണ്ടതില്ല എന്നുള്ളൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സലാം വീട്ടാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അവിടെ തർക്കമുണ്ട്. സലാം വീട്ടേണ്ടതില്ല എന്നുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കമുള്ളത്. ഇതാണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇനി തിലാവത്തിന്റെ സുജൂദിന് ഉളുവ് വേണോ എന്ന് ചോദിച്ചാൽ ഉളുവ് നിർബന്ധമല്ല. പക്ഷെ ഖുർആൻ ഓതുമ്പോൾ ഉളുവ് എടുത്ത് ഖുർആൻ ഓതലാണ് ഹസൻ, അഫ്ലൽ, നല്ലത്. അതുകൊണ്ട് ഉളുവ് ഉണ്ടെങ്കിൽ അത്രയും ഖൈർ. ഇനി ഉളുവ് എടുക്കാതെ ഇരിക്കുന്ന സമയത്താണ് തിലാവത്തിന്റെ സുജൂദിന്റെ വചനം കേട്ടു, ആ ഓതിയ ആളോടൊപ്പം നമുക്ക് വേണമെങ്കിൽ സുജൂദിലേക്ക് പോകാം എന്നതുകൊണ്ട് ഒന്നുമില്ലാതെ തിലാവത്തിന്റെ സുജൂദ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തെറ്റില്ല. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.